ഇവിടെ ആലപ്പുഴയിൽ ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതായിട്ട് ശസ്ത്രക്രിയക്കിടയിൽ കത്രിക കുടുങ്ങിയതായിട്ട് ഒരു വിവരം കിട്ടിയിട്ടുണ്ടല്ലോ. കത്രിക കുടുങ്ങിയോ? അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. നിങ്ങൾ വെറുതെ കള്ളവും പറഞ്ഞ് ഈ മൈക്കും പിടിച്ച് ഇങ്ങനെ നടക്കരുത് കേട്ടോ. നമ്മള് കള്ളമല്ല പറയുന്നത്, ഇത് എല്ലാ ന്യൂസ് ചാനലിലും ഇന്നലെ വന്നതാണ്. ഇന്നലെ അവിടെ എക്സ്റേ എടുത്തപ്പോ അത് കൃത്യമായിട്ട് കണ്ടതാണ്. ആ കാര്യം അത് കത്രികയല്ല, അതിന്റെ മെഡിക്കൽ ടൈം ആണ് മസ്കറ്റ്. അതൊരു 5 വർഷം അല്ല ഒരു 10 വർഷം കിടന്നാലും ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. ആർക്ക് പ്രശ്നം സംഭവിക്കത്തില്ല? എനിക്കൊരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അതൊരു 20, 50, ഒരു 100 കൊല്ലം കഴിഞ്ഞാലും ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് കത്രികയ്ക്കോ? ആ മസ്കറ്റിന് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഇപ്പൊ നടന്ന ശസ്ത്രക്രിയയില അത് അവരുടെ വയറ്റിലായെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? മുൻപേ നടന്ന അവർക്ക് മുൻപ് ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. അതിലായിക്കൂടെ അത് അവരുടെ വയറിൽ കുടുങ്ങിയത്? അത് 20 കൊല്ലം മുന്നേ നടന്നൊരു ശസ്ത്രക്രിയ. അങ്ങനെ 20 കൊല്ലം മുന്നേ നടന്ന ശസ്ത്രക്രിയ ആണെങ്കിലും അത് നിങ്ങൾ ഇപ്പൊ ചെയ്തതിനകത്ത് കണ്ടെടുത്തൂടായിരുന്നോ? അയ്യോ, ഇപ്പൊ നടന്നത് തന്നെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ 20 കൊല്ലം മുമ്പ് നടന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ഇനിയിപ്പോ നിങ്ങളുടെ ഈ മുമ്പ് നൂതന വല്ല മാർഗങ്ങളും ഉണ്ടോ ഇത് കണ്ടെത്താനുള്ള? നൂതന മാർഗങ്ങളൊന്നുമില്ല, പക്ഷെ പഴയ നാട്ടുനടപ്പുള്ള ഒരു മാർഗമുണ്ട്. അതെന്തോ പുതിയ ടെക്നോളജി ആണോ? അല്ലല്ല, പുതിയ ടെക്നോളജി ഒന്നല്ല. കവാലം പുളക്കെ അടിക്കുക, കവാലം അടിച്ച് പൊട്ടിക്കുക, ചെവുക്കുറ്റി അടിച്ച് പൊട്ടിക്കുക എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയും. അങ്ങനെ 4 പെട തന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും.